യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങ് ദൂരെ കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരസ്യയോഗത്തെ ആസ്പദമാക്കി നടത്തുന്ന ഒരു സ്കിറ്റാണിത്. ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് തികച്ചും സാങ്കല്പികമാണ്. ഇതിലെ കഥയോ കഥാപാത്രങ്ങളോ തികച്ചും സാങ്കല്പികമാണ്. ഈ ദേശത്ത് വളരെയധികം ശക്തമായ എതിർപ്പുകൾ സുവിശേഷത്തിന് വാതിൽ അടയപ്പെട്ട സ്ഥാനത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആത്മനിറവോടെ കടന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് കടന്നെല്ലാം ഒരുമിച്ച് കാണാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാം സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജിജോ മുമ്പോട്ട് വന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഒരു പരസ്യയോഗത്തെ അനുബന്ധിച്ചാണ്. നമ്മുടെ സഹോദരൻ ബിനു എബ്രഹാം ഇപ്പോൾ പരസ്യയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ കർത്താവെ ദേശത്ത് കൂടി വന്നിരിക്കുന്നല്ലോ കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും കർത്താവെ അങ്ങയുടെ വചനം കർത്താവെ ഇവിടെ പ്രസംഗിക്കപ്പെടുവാനും കർത്താവെ അനേകർ അത് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവിൻ്റെ ഹാലയിലെ വചനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ കർത്താവെ അത് നല്ല നിലത്ത് വീണ് കർത്താവെ ഹാലയിൽ അത് നൂർമേനിയായി വിളന്ന് കർത്താവെ അത് അനേകരുടെ കർത്താവെ ആത്മീയ വിടുതലിൻ്റെയും കർത്താവെ അനേകർ കർത്താവെ അവൻ അങ്ങയുടെ മക്കളായി തീരുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരു ഗാനം കൂടെ പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമാകോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമാകോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അടുത്തതായിട്ട് ജിജോ സെക്രട്ടറി ആയിരിക്കുന്ന സഹോദരൻ ഇപ്പം തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വൈകിയ സമയത്ത് നമുക്ക് ഈ ഒരു പരസ്യവുമായി അനുബന്ധിച്ച് ഇവിടെ കൂടി വരുവാൻ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ക്രൈസ്തവ ദമ്പതികളാൽ വളർത്തപ്പെട്ട ഞാൻ ആദ്യമേ എൻ്റെ ബാല്യത്തിൽ
ദൈവത്തെയൊക്കെ അറിഞ്ഞ് ഞാൻ മുന്നോട്ട് പോയ സാഹചര്യങ്ങളിൽ എൻ്റെ യൗവന സമയമായപ്പോഴത്തേനും എൻ്റെ ഉപരിപഠനത്തോടനുബന്ധിച്ച് ഞാൻ പല ദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. ആ സാഹചര്യങ്ങളിൽ പല കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഞാൻ വളരെ മ്ലേച്ഛനായി നടക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. പലരുടെ ഇന്ന് കടം മേടിച്ചും മദ്യവും മയക്കുമരുന്നും അതൊക്കെ യൂസ് ചെയ്ത് ഞാൻ വല്ലാത്ത രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് എൻ്റെ മാതാപിതാക്കൾ വളരെ ദുഃഖിതരായി. ഇതിൻ്റെ ഇടയിൽ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേന് ഞാൻ പലരിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവം എന്നെ കണ്ടു പല സാഹചര്യങ്ങളിൽ ഞാൻ ആത്മഹത്യക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെയും ദൈവം എന്നെ കണ്ടു. ദൈവത്തിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഇതുപോലൊരു പരസ്യയോഗത്തിൽ വെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ട് ഞാൻ മാനസാന്തരപ്പെടാൻ സഹായിച്ചു. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ പാപം എത്ര കടിച്ചോപ്പായാലും നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മെ കണ്ട ദൈവം, നമ്മളെ ആ മാനസാന്തരത്തിലേക്ക് നയിച്ച എൻ്റെ ദൈവം, എന്നെ നല്ല മനുഷ്യനാക്കി തീർത്തതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇരുന്നുകൊള്ളുന്നു. മാത്രമല്ല ഇപ്പം നമ്മുടെ ഉപദേശി മുന്നോട്ട് വന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കും. സഹോദര ജിജോ, നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആ കവലയിൽ ഇരിക്കുന്ന എല്ലാവരും, എന്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും ഒന്ന് കൈയുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം പറയാൻ പോകുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ നമ്മൾ എന്തുവാ കാണുന്നത്? രാജ്യം രാജ്യത്തോട് യുദ്ധം ചെയ്യുവാണ്. മനുഷ്യൻ മനുഷ്യനോട് തന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കുന്നു. മകൻ അപ്പനെ കൊല്ലുന്നു. ആമേൻ. മകൻ തന്റെ അമ്മയെ കൊല്ലുന്നു. സ്നേഹമില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങനെ സ്നേഹം വരും? ആ മനുഷ്യൻ യേശുവിനെ തന്നെ ഹൃദയത്തിനുള്ളിൽ സ്വീകരിക്കുമ്പോൾ ഗ്ലോറി, ഹല്ലേലൂയ, ഹൃദയത്തിനുള്ളിൽ സ്നേഹം വരും. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിൽ വന്നത് ഒരു മതം പഠിപ്പിക്കുവാനല്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മൾ എങ്ങനെ ബാക്കിയുള്ളവരെ സ്നേഹിക്കുവാൻ, അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് യേശു ഈ ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്തൊന്ന് ചെയ്യുന്നത്? ഇന്നത്തെ കാലത്തിൽ ഒരു മനുഷ്യൻ, നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, സഹോദര, ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ കൈ കൊടുക്കുന്നത് ഇങ്ങനെ. ഇതെന്തുവാണ് കാണിക്കുന്നത്? ഇത് സ്നേഹമില്ലാത്ത കൈ കൊടുപ്പാണ്. എന്നാൽ നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ കൊടുത്താൽ ഇതാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട്, സഹോദര, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആത്മാർത്ഥതയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ രുചിച്ചറിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം അനേക ആൾക്കാർ ജീവിതത്തിൽ ഭാരപ്പെട്ട്, കടഭാരത്താൽ, വിഷമത്താൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഈ സ്വർഗത്തിലുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിനാൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക്, ഞങ്ങളുടെ ചർച്ചിൽ ഇവിടെ അടുത്താണ്, 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ചർച്ചിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഒരു പാസ്റ്ററും സഭാഗ്രഹങ്ങളും എന്തൊക്കെ ചെയ്യും അവിടെ? അവരവിടെ നടത്തിട്ട് പോട്ടെ. അതല്ലടാ കേക്ക് പറഞ്ഞേക്ക്. അവർക്ക് പള്ളിയൊക്കെ ഉണ്ട്. അവർ അവിടെ പോയിട്ട് ഈ റോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ വാടാ, ഞാൻ ചോദിച്ചിട്ട് യേശുവിന്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പൊക്കോളാം. ഒരു 5 മിനിറ്റ് ഇല്ല. ഒന്നും ചെയ്യത്തില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന സഹോദര. അവനെ അടിച്ചത് വേണ്ട. ഇതൊന്നും മുദ്രയല്ല. എത്രയോ അടി യേശുവിന് വേണ്ടി ഞാൻ കൊണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു വേദനയുണ്ട് ഇവിടെ. വേണ്ട ഹോസ്പിറ്റലൊന്നും പോകണ്ട. ചുമന്നിട്ടുണ്ട്. പല്ല് വല്ലോ പോയോ? പല്ലൊന്നും പോയിട്ടില്ല. ഹലോ, പല്ല് അത് മൊത്തം വെപ്പല്ലാണോ? അല്ലല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. പണ്ട് എന്നെ അറിയപ്പെട്ട എന്തോന്ന് അറിയാമോ നിങ്ങൾക്ക്?
ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വന്നതിന് ശേഷം എന്റെ കൈകളും കാലുകളും യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. അല്ലെങ്കിൽ ഈ ദാതയൊന്നും ഇതുപോലെ നടന്നു പോകത്തില്ല ഇതുവഴി. ഇന്ന് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഞാൻ എല്ലാം വിട്ടു. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഈ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് ഈ ദാതായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ഇത് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ പോവാണ്. ദൈവമേ കർത്താവേ, ഈ ഉച്ചയായ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ കർത്താവേ, ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചല്ലോ. അനർത്ഥം ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നു കർത്താവേ. എന്നാൽ അത് വ്യസനകരമായി തീരാതെ ദൈവത്തിന്റെ കരം ഞങ്ങളെ കാത്തതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, ഈ വചനം ശ്രവിച്ച് നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വിതച്ച വിത്തുകൾ അവരുടെ ജീവിതത്തിൽ നൂറുമേനിയായി കായ്ക്കുവാൻ സ്വർഗം സഹായിക്കണം കർത്താവേ. അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾക്കുവാനാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അക്രമകാരിയായ ദാതായെ റൂമിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു ഭ്രാന്തനെ പോലെ അലയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള കുറ്റബോധം വല്ലാതെ മാടി വിളിക്കുന്നു. ദേവദാസിനെ കണ്ടെത്തേണ്ടതിനായിട്ടുള്ള പരക്കം പാച്ചിലിൽ നേരം വെളുപ്പിക്കുവാനായി ശക്തമായി മാനസിക പ്രയാസവും ഡിപ്രഷനിലേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ദാതായെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ ഈ ഉറക്കം വരാത്തത്? എനിക്ക് എന്താ പറ്റിയത്? ഇന്നലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയ ഞാനാ ആകെ ഒന്നും മനസ്സിലാവാതെ പ്രാന്ത് പിടിക്കുന്നു. ആ തങ്ങട് എന്തോ കാണിച്ചോണ്ടിരിക്കുക. അവിടെ നിന്ന് വിളിച്ചാണല്ലോ. പോത്തുവള്ളി കണ്ട് ഉറങ്ങുമായിരിക്കും. ഇവിടെ ഹലോ, എന്താടാ നീ കാണിക്കുന്നേ? ഇതാടേ രാത്രി ഉറക്കാനൊന്നും സംഭവിക്കത്തില്ലോടേ. നീ അവിടെ പോത്തോള് കിടന്ന് ഉറങ്ങുന്നു. എനിക്ക് ഇവിടെ ഉറക്കുന്ന സമാധാനം ഒന്നും വീഴുന്നില്ല. ഞാനിവിടെ ആകാശത്ത് വെച്ച് നക്ഷത്രം എണ്ണിക്കൊണ്ട് വെച്ചിട്ട്. നീ അവിടെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ല, മൂന്ന് ഞാൻ നോക്കുവാണ്. പറയണ കേക്ക്. എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ഒരു സമാധാനവും ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്നലെ ഫാസ്റ്റ് പൊട്ടിച്ചില്ല. എനിക്ക് അതൊന്നും അറിയാൻ വയ്യ. എനിക്ക് ആകെ പ്രാന്ത്. നീ ഒക്കെ രഘുവിനെ കൂട്ടിക്കൊണ്ട് രാവിലെ ഒന്ന് വന്നോണം ഇവിടെ. രാവിലെ ഒന്നും എഴുതാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അങ്ങ് കേട്ടാ മതി. നിങ്ങൾ അടിച്ചിട്ട് കിടക്കടോ, നല്ല ഉറക്കം കിട്ടും. ഓ ഓക്കെ ആയിക്കോട്ടെ. രാവിലെ എത്തിക്കോട്ടെ കേട്ടല്ലോ. വിളിച്ചാൽ മതി, വരും. ഓ ശരി ആയിക്കോട്ടെ. ഓക്കെ. ഓ Praise the Lord. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. സഹോദരൻ എന്തുണ്ട്? Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. പല്ലിന് ചെറിയ വേദന കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പ്രശ്നം നീരൊന്നുമില്ല ഭാഷ, കുഴപ്പമില്ല. ഇതൊക്കെ ചെറുത്. ഇതൊക്കെ എത്ര കണ്ടിട്ടുള്ളയാ. ദൈവം സൗഖ്യമാക്കും. ഇതൊന്നും ഒരു പ്രശ്നം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് എന്തായാലും കൂടി നിന്ന് മറ്റേ ആ ദാതായ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നീ അവിടുന്ന് സന്ദർശിക്കണം കർത്താവേ. നിന്റെ ദാസനെ കർത്താവേ ഞങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ നീ അവിടുന്ന് സന്ദർശിക്കണം കർത്താവേ. എന്നാണ് ഇന്നലെ രാത്രി ജീവിതത്തിൽ ഇന്നലെ വാസന്റെ പൊട്ടിച്ചില്ലേ? ആദ്യം കയറി പിടിച്ചു. ആ വാസന്റെ വാർത്തന ഏറ്റു. നമുക്ക് നോക്കിയാലോ? വേണ്ട, പെതുക്കെ പോയാൽ കുറച്ചു നേരം സമാധാനം ഇല്ലാതെ. Amen, Jesus. Praise you, Good morning, Dada. അങ്കുവേ, എന്തുകൊണ്ടാ? Good morning. എടാ, ആകെ പ്രാന്ത് വിട്ടു. എനിക്ക് ഒന്നും മനസ്സിലാതെ എന്താ സംഭവിച്ചത്. Hallelujah. ഇന്നലെ പറഞ്ഞ പാസ്റ്റർ Thank you, Jesus. Thank you, ഇപ്പൊ Lord. അതായിരിക്കട്ടെ കാരണം. Praise. അതായിരിക്കട്ടെ കാരണം. പാസ്റ്റർ പോയി കാണാം, സംസാരിക്കാം. ആണോ? ആ, എന്നാ നിനക്ക് അവിടെ പള്ളിയാണെന്ന് അറിയോ? ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ ആരും അവിടെ പോകുന്നുണ്ട്. ഓ, നീ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലേ? നിങ്ങൾ ആരും അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യ്. ഇല്ലടാ, അല്ലടാ, സമാധാനം ഇല്ലടാ, തീരെ സമാധാനം ഇല്ല. പറഞ്ഞേ കൊള്ളല്ലോ. നമുക്ക് പാസ്റ്റർ പോയി കാണാം. എന്നാ കണ്ടിട്ട് ഏത് മലയായാലും കേറാടാ. എനിക്ക് Hallelujah. Thank you, Jesus. ഞാനിവിടെ തരാം. എന്നാ ഭാഷ ഇതുകൊണ്ട് ബോംബെ വരുന്നു തോന്നുന്നു കേട്ടോ. അടിക്കാനാണോ സഹോദരൻ? അടിക്കാനോ? പാസ്റ്റർ ഒരു പയ്യൻ ഓടുന്നുണ്ട് അത് വഴി. കോഴി മേടിക്കാൻ പോയത് വീട്ടില്. ഞാൻ വിചാരിച്ചു ഇവനെ കടവ് പേടിച്ചതാണ്. അല്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ പക്ഷേ സഹോദരാ. എനിക്ക് ഒരു സമാധാനം ഇല്ല. പക്ഷേ എനിക്ക് രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്ദർശനമാണ് സഹോദരൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടണ്ട. ഉറങ്ങിയില്ലോ രാത്രി? ഓ ഇല്ല പാസ്റ്ററേ,
ഓ, തീരെ ഞങ്ങളുടെ ഉറങ്ങാൻ ദൈവം പറ്റില്ല. സമാധാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ നിങ്ങൾ ഇവിടെ വരികയും എന്നെ അടിക്കുകയും ഇതെല്ലാം ദൈവത്തിന്റെ ഒരു മുൻവിധിയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം പറയട്ടെ ഭാഷ. ഇന്നലെ ഞാൻ നിങ്ങളെ പ്രസംഗത്തിൽ സ്നേഹത്തിനെ പറ്റിയ സംസാരം കേട്ടു. ഞാൻ അത് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങളെ ദൈവം എന്നെ സ്നേഹിക്കൂ? കാരണം ഈ ലോകത്തിൽ എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല. തീർച്ചയായിട്ടും സഹോദര, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു അമ്മ തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട് സഹോദര. നിങ്ങൾ ഒരു കാരണത്താലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് പുള്ളിക്ക് സഹോദരന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ നിന്റെ സഹോദരന്മാരെ ഞങ്ങളുടെ സന്നിധിയിൽ ദൈവമേ കൂട്ടിക്കൊണ്ട് വന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഈ സമയം ദൈവമേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. നീ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കേൾക്കുവാനാണമേ. ആമേൻ ആമേൻ ആമേൻ. പാസ്റ്ററെ, എനിക്ക് ഭയങ്കര സമാധാനമുണ്ട് പാസ്റ്ററെ. സ്തോത്രം സഹോദരാ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഒത്തിരി നന്ദിയുണ്ട് പാസ്റ്ററെ, ഒത്തിരി നന്ദിയുണ്ട്. സഹോദരാ, ദൈവം പാസ്റ്ററെ, ക്ഷമിച്ച്. പാസ്റ്ററെ, പാസ്റ്ററിന്റെ പേരെന്തോ പാസ്റ്ററെ? എന്റെ പേര് ജോണിക്കുട്ടി. ജോണിക്കുട്ടി പാസ്റ്റർ. സഹോദരന്റെ പേരെന്താണ്? ഓ, എന്നെ ഇവരെ ബോംബെതാന്ന് വിളിക്കുന്നത്, പക്ഷേ ശരിക്കുള്ള പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. പാസ്റ്റർ ഉണ്ണി എന്ന് വിളിച്ചാൽ മതി. ശരി ഉണ്ണി സഹോദര, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഇന്ന് മുതൽ നമുക്ക് എല്ലാവരും കൂടി ഇവരെ കൂടെ കൂടാം. ഇന്നലെ പറഞ്ഞേ പാസ്റ്റർമാരെ എടാ, അത് വിടുവാ. ആ. ഇതാണ് പാസ്റ്റർമാരെ കൈവെക്കുന്നത്. അത് കുഴപ്പമില്ല. ഇത് ദൈവത്തിന്റെ നിമിത്തമാണ്. ഹല്ലേലൂയ. ഇത് നിമിത്തമായിരുന്നു സഹോദരന്മാരെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇവിടെ ഇതാ ഒരു പാപിയെ, ഗുണ്ടാ തലവന്മാരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ ഒരു കൂട്ടം ചെറുപ്പക്കാരെ സഹായിച്ച കർത്താവിന് നമുക്കൊന്നിച്ചൊന്ന് സ്തുതിപ്പാൻ കഴിയുമോ? ആമേൻ. ഈ സന്ദേശത്തോടുകൂടി ഞങ്ങളുടെ സ്കിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൽ അഭിനയിച്ച് സഹകരിച്ച പ്രിയ ബ്രദർ ജോൺസൺ, ബ്രദർ ജിജോ, ബ്രദർ ഫിലേമോൻ, ബ്രദർ പ്രിൻസ്, ബ്രദർ സബിൻ, ബ്രദർ അജയ്, ബ്രദർ ഷൈൻ എന്നിവരോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. താങ്ക് യു.